ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കോയമ്പത്തൂർ ബികോം എംകോം ജോബ് നോക്കുന്നവർക്ക് പറ്റിയ കുറച്ച് നല്ല കമ്പനീസാണ്. നിങ്ങളൊരു ബികോം എംകോം ഫ്രഷറോ എക്സ്പീരിയൻസ്ഡോ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയമ്പത്തൂർ നോക്കാൻ പറ്റുന്ന കുറച്ച് കമ്പനീസിൻ്റെ പേരും ലിസ്റ്റുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ സ്റ്റേറ്റ് സ്ട്രീറ്റ് എച്ച് സി എൽ എന്ന് പറഞ്ഞ കമ്പനി പീലമേഡാണ് വരുന്നത്. പീലമേഡ് ടൈഡൽ പാർക്കിലാണ് സ്റ്റേറ്റ് സ്ട്രീറ്റ് എച്ച് സി എൽ വരുന്നത് കോയമ്പത്തൂർ. നമുക്ക് പാലക്കാടും തൃശ്ശൂരൊക്കെ ഉള്ളവർക്ക് കോയമ്പത്തൂർ ജോബ് നോക്കാൻ വളരെ എളുപ്പമാണ്. പോയി വരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ്. പിന്നെ ഫുഡും പി ജി ഒക്കെ എന്താ പറയുക, ഒരു ബഡ്ജറ്റ് റേറ്റിൽ കിട്ടും ചെയ്യും. സേവിങ്സ് കുറച്ച് മാറ്റി വയ്ക്കാനുണ്ടാവും. സോ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ജോബ് നോക്കുകയാണെങ്കിലുള്ള കാര്യമാണ് പറയണത്. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് സ്ട്രീറ്റ് എച്ച് സി എൽ പീലമേഡു. മുമ്പ് സ്റ്റേറ്റ് സ്ട്രീറ്റ് എച്ച് സി എൽ ആയിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് സ്ട്രീറ്റ് എച്ച് സി എൽ കോയമ്പത്തൂരുള്ളത് സ്റ്റേറ്റ് സ്ട്രീറ്റ് മാത്രമാണ്. എച്ച് സി എൽ ഇല്ല. എച്ച് സി എൽ ജോയിൻറ്റ് വെഞ്ചർ ആയിരുന്നു. അത് മാറിയിട്ട് സ്റ്റേറ്റ് സ്ട്രീറ്റ് മാത്രമായിട്ട് അക്വയർ ചെയ്തേക്കാണ് കമ്പനിയുടെ എന്താ പറയുക, കരിയർ പേജസിൽ തന്നെ അപ്ലൈ ചെയ്ത് കമ്പനിയിൽ ചാൻസസ് വാങ്ങണം. മാസ് ഹയറിംഗ് ഒക്കെ മുമ്പുണ്ടായിരുന്നു. സ്റ്റേറ്റ് എച്ച് സി എൽ ആയ സമയത്ത് മാസ് ഹയറിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മാസ് ഹയറിംഗ് ഇല്ല. കമ്പനിയുടെ കരിയർ പേജിൽ തന്നെ അപ്ലൈ ചെയ്താൽ കിട്ടും. പിന്നെ വരുന്നതാണ് അവെൻഡർ എന്ന് പറഞ്ഞ കമ്പനി. എന്താ പറയുക, ഈച്ചനാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോയമ്പത്തൂർ ഈച്ചനാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവെൻഡർ എന്ന് പറഞ്ഞ കമ്പനി. ഒരു വണ്ടർഫുൾ കമ്പനിയാണ്. അവിടെയും അതേപോലെ കരിയർ പേജിൽ അപ്ലൈ ചെയ്ത് കിട്ടിയാൽ നമുക്ക് ലക്കാണ്. നല്ലൊരു അടിപൊളി പേരുള്ള കമ്പനിയാണ് അവെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. APAR അക്കൗണ്ട്സ് പേബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ എന്നുള്ള പോസ്റ്റുകളും പിന്നെ പല കോമേഴ്സ് റിലേറ്റഡ് പോസ്റ്റുകളും. അവെൻഡർ എന്നുള്ളത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. US ഫാർമസ്യൂട്ടിക്കൽ അതിൻ്റെ കോർപ്പറേറ്റ് റിലേറ്റഡ് ഫങ്ഷൻസ് വരുന്നൊരു കമ്പനിയാണ് അവെൻഡർ. VWR അവെൻഡർ എന്നാണ് ഫുൾ നെയിം. പിന്നെ വരുന്നത് നെക്സ്റ്റ് കമ്പനിയാണ് കോയമ്പത്തൂർ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ഫ്ലെക്സ് ആണ്. നല്ല പേ ആണ് ആ കമ്പനിയിൽ. ഫ്ലെക്സിനെ കുറിച്ച് അധികം ധാരണ എനിക്കില്ല. പക്ഷേ ഫ്ലെക്സിൽ സീനിയർ അനലിസ്റ്റ്, MCOM BCOM ഫ്രഷേഴ്സിനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത്. സോ ഫ്രഷേഴ്സിന് എൻ്റർ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് കമ്പനിയാണ് ഫ്ലെക്സ് എന്നുള്ളത്. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസസ് ആണ് പറയുന്നത്. ഫ്ലെക്സിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഫ്ലെക്സിൽ കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനെയാണ്. സോ എല്ലാവരും ഫ്ലെക്സിൻ്റെയും കരിയർ പേജിൽ പോയിട്ട് കോയമ്പത്തൂർ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്യുക. പിന്നെ വരുന്നതാണ് VServe എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. ഇനി വരുന്നതൊക്കെ കുറച്ചും കൂടി പേ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ഈ 3 കമ്പനീസാണ് ടോപ്പ് കൊമേഴ്സ് റിലേറ്റഡ് കമ്പനീസ് എന്ന് തോന്നുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇനി VServe എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. വേലൻ ഇൻഫോടെക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. VServe, വേലൻ, പിന്നെ ശരവണംപെട്ടിയിൽ KGISL എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവിടെയും പല കൊമേഴ്സ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടൈഡൽ പാർക്കിൽ തന്നെ വിഷൻ നെറ്റ് എന്ന് പറഞ്ഞ കമ്പനികളുണ്ട്. ടൈഡൽ പാർക്കിൽ കുറച്ച് മീഡിയം സ്കെയിൽ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. വിഷൻ നെറ്റ്, അതേപോലെ തന്നെ എന്താ പറയുക, ടൈഡൽ പാർക്കിലത്തെ വേറെ BPO വർക്ക്സ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ഒമേഗ HR, ആസസ് ഹെൽത്ത് കെയർ. ഈ ഒമേഗ HR, ആസസ് ഹെൽത്ത് കെയർ ഒക്കെ ഫ്രഷേഴ്സിന് ഒരു എൻട്രി ലെവൽ സാലറീസ് ലൈക്ക് 12K to 18K കിട്ടാനായിട്ട്, അതായത് ഫ്രഷേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്താ പറയുക, നിങ്ങളിപ്പോൾ ഒരു എക്സ്പീരിയൻസ് നേടാനായിട്ട് ഒമേഗ ഹെൽത്ത് കെയറും ആസസ് ഹെൽത്ത് കെയറും AR കോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷനാണ് കൊടുക്കുന്നത്. AR കോളിംഗ് എന്താണെന്നുള്ളത് സെർച്ച് ചെയ്തൊക്കെ അറിയാൻ പറ്റും. അതിൽ എൻട്രി ലെവൽ ജോബ്സാണ് ആസസ് ഹെൽത്ത് കെയറിലും ഒമേഗ ഹെൽത്ത് കെയറിലും. ഈ 2 കമ്പനീസും വരുന്നത് ടൈഡൽ പാർക്ക് പീലമേഡാണ്. സോ എല്ലാവരും ഇതൊക്കെ വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. താങ്ക് യു.